അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ത്യൻ മുസ്ലിം ഡൈനാസ്റ്റികളുടെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയമാണ് ആദ്യകാല മുസ്ലിം മിലിറ്ററി പര്യടനങ്ങളുടെ ചരിത്രം. അതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ധാരണ നമുക്കുണ്ടാവണം എന്നുള്ളത് തന്നെയാണ് ആദ്യം തന്നെ സൂചിപ്പിക്കുന്നത്. കാരണം ഇന്ത്യൻ മുസ്ലിം ചരിത്രത്തിലെ തന്നെ സുപ്രധാനമായ നീക്കങ്ങളാണ് സൈനിക പര്യടനങ്ങളിലൂടെ ഉണ്ടായത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ തന്നെ വിവിധ തരത്തിലുള്ള മുസ്ലിം പര്യടനങ്ങളാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ സംഭവിച്ചിട്ടുള്ളത്. നമുക്കറിയാം, സാധാരണ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ ഇസ്ലാമിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ നോർത്ത് ഇന്ത്യൻ വിഭാഗത്തെ പണ്ഡിതന്മാർ, ചരിത്രകാരന്മാർ എല്ലാവരും അറബ് കാലഘട്ടത്തിലെ ആൾക്കാരുടെ സൈനിക പര്യടനങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ ഇസ്ലാമിൻ്റെ വരവിനെ പരാമർശിക്കാറ്. സൗത്ത് ഇന്ത്യയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഭാഗങ്ങളിലെ ഇസ്ലാമിൻ്റെ ചരിത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ ഉണ്ടായെന്നും സഹാബികളിലൂടെ കച്ചവട സംഘങ്ങളായും മറ്റും കോസ്റ്റൽ ഏരിയയിലേക്ക് വന്നുമെന്നുമുള്ള ചരിത്രത്തെ പ്രധാനമായും ഇവർ പരിഗണിക്കാതിരിക്കുന്നത് നമുക്ക് കാണാം. ആ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഈ ഒരു ചർച്ചയും ഉള്ളത്. കാരണം ഇസ്ലാമിൻ്റെ ചരിത്രം നോർത്ത് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ അവർ സംസാരിക്കുമ്പോൾ പ്രധാനമായും അവർ മുന്നിൽ വെക്കുന്നത് ഈ സൈനിക പര്യടനങ്ങളിലൂടെ ഒരു ചരിത്രത്തിലൂടെയാണ്. ഈ ഒരു വസ്തുത മാലിക് ബിൻ ദിനാറിൻ്റെയും സംഘത്തിൻ്റെയും കേരളത്തിലേക്കുള്ള വരവ്, അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഭാഗങ്ങളിലുള്ള അവരുടെ സാന്നിധ്യം, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതായത് ഫരീദ് അത്താസിനടക്കമുള്ള പണ്ഡിതന്മാർ തന്നെ മലായി പെനിൻസുലയിലുള്ള ഇസ്ലാമിൻ്റെ വരവ് പോലും കേരളത്തിൻ്റെ വരവിൻ്റെ അതേ ഘട്ടത്തിലാണെന്നുള്ള ചരിത്രം നമുക്കറിയാം. പക്ഷേ ഇതൊന്നും ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ ഇസ്ലാമിൻ്റെ വരവിനെക്കുറിച്ചുള്ള ചർച്ചയിൽ നമുക്ക് നോർത്ത് ഇന്ത്യൻ സ്കോളേഴ്സിൻ്റെ രചനകളിൽ കാണുവാൻ കഴിയുന്നില്ല എന്നത് വലിയൊരു വിഷയമാണ്. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നോർത്ത് ഇന്ത്യക്കാർ ഇസ്ലാമിൻ്റെ വരവിനെ കൈകാര്യം ചെയ്തെന്നൊന്നും അതിൻ്റെ കൂടെ ആ ഒരു വരവിൻ്റെ ചരിത്രഘട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ള വിശദീകരണം വേണം. പലപ്പോഴും മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ ചരിത്രത്തിൻ്റെ തുടക്കത്തിലൂടെയാണ് ഒട്ടുമിക്ക അക്കാദമിക വർക്കുകളും തുടങ്ങുന്നത് തന്നെ. പക്ഷേ അതിനേക്കാളും അപ്പുറം ഖുലഫാഉർ റാഷിദയുടെ ഖിലാഫത്തിൻ്റെ ചരിത്രഘട്ടത്തിൽ തന്നെ, ആദ്യകാല ഖിലാഫത്തിൻ്റെ ചരിത്രഘട്ടത്തിൽ തന്നെ സൈനികമായ ചില ഇടപെടലുകൾ നോർത്ത് ഇന്ത്യ, അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യ, പിന്നെ അതിൻ്റെ കൂടെയുള്ള വെസ്റ്റേൺ ഫ്രണ്ടിയർ, ബലൂചിസ്ഥാൻ അടക്കമുള്ള ഇന്ന് പാകിസ്ഥാനിലെ ഒട്ടുമിക്ക ഫ്രണ്ടിയർ മേഖലയിലുള്ള പ്രദേശങ്ങളിലെല്ലാം ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ സൈനിക സാന്നിധ്യം ഉണ്ടായിരുന്നതായും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. ധാരാളം തെളിവുകളും ധാരാളം വർക്കുകളും അതുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മുടെ മുമ്പിലുണ്ട്. ആ ഒരു വിശദീകരണത്തിലേക്കാണ് നമ്മളുടെ ചർച്ചകൾ കൊണ്ടുപോകുന്നത്. ഇവിടെ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നോക്കുക, ഡോക്ടർ തൻവീർ അൻജും പ്രധാനമായ ഒരു സ്കോളറാണ്, പാകിസ്ഥാനി ഫോക്കസ് ചെയ്ത ഒരു സ്കോളറാണ്. അദ്ദേഹത്തിൻ്റെ മുസ്ലിംസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന രചനയിൽ ഈ ഒരു സൈനിക പരാമർശങ്ങളെയൊക്കെ വിശദീകരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ആദ്യം തന്നെ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് തന്നെ 644 ഒരു മുസ്ലിം കമാൻഡറായിരുന്ന ഹക്കം ബിൻ അംർ തഗ്ലീബിൻ്റെ നേതൃത്വത്തിൽ മക്രാൻ, ഇന്ന് പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ ഭാഗത്ത് ശക്തമായിരുന്ന മക്രാൻ ഭാഗത്തേക്ക് സൈനികമായി ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നതായും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അത് ഷിബ്ലി ന്യൂമാനിയുടെ വർക്ക്, അതായത് ഫാറൂഖ് സബാനി ഉമരി ഹസ്രത്ത് ഉമർ എന്ന് പറയുന്ന ആ വർക്കിൽ നമുക്ക് അദ്ദേഹം ഇത് പരാമർശിക്കുന്നതായി കാണാം. അതിൻ്റെ കൂടെ തന്നെ ഈ ഉസ്മാൻ ബിൻ അബുലാസ് സഖഫി, അതായത് അന്ന് ഉമർ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിൽ ബഹ്റൈൻ, ഒമാൻ ഭാഗത്തെ ഗവർണറായിരുന്ന അദ്ദേഹം ഉമർ റളിയല്ലാഹുവിൻ്റെ അനുമതിയില്ലാതെ തന്നെ അദ്ദേഹത്തെ ഒരു ടീമിനെ, ഹക്കം ബിൻ അബുലാസ് സഖഫിയെ ഒരു സൈന്യവുമായി കൊണ്ട് ഈ ഭാഗത്തേക്ക്, ബോംബെ ഥാനെ ഭാഗത്തേക്ക് അയക്കുകയും അതുപോലെ തന്നെ ബറോച്ച് ഭാഗത്തേക്കും ഇന്നത്തെ കമ്പെ ഭാഗത്തേക്ക് അയക്കുകയും ചെയ്തതായും നമുക്ക് ചരിത്രത്തിൽ കാണാം.
ഇത് ഉമർലാവിനു അറിയുകയും അദ്ദേഹം ഈ നാവൽ മേഖലയിൽ, നാവിക മേഖലയിലുള്ള സൈനിക എക്സ്പെഡിഷനെ അത് തടയുകയും ചെയ്തതായി നമുക്ക് ചരിത്രത്തിൽ കാണാം. അതുപോലെ തന്നെ വേറെയും ചില ചരിത്ര നിരീക്ഷണങ്ങളും നമുക്കുണ്ട്. ഇദ്ദേഹം തന്നെ ഈ ബഹ്റൈൻ ഗവർണർ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റൊരു സഹോദരൻ മുഗീറത്ത് ബിൻ അബ്ദുല്ലാസ് സഖഫിയെ അദ്ദേഹം മറ്റൊരു എക്സ്പെഡിഷനായും അയച്ചതായും നമുക്ക് ചരിത്രത്തിൽ കാണാം. പക്ഷേ ഈ ഒരു സൈനിക എക്സ്പെഡിഷനൊക്കെയും എന്തിനായിരുന്നു എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട്. അതായത് ബലൂചിസ്ഥാൻ, ഇന്നത്തെ പാകിസ്ഥാനിലെ പല ഭാഗത്തേക്കും ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളെല്ലാം ആ ഒരു കാലഘട്ടത്തിൽ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെയോടൊപ്പമോ അല്ലെങ്കിൽ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ മുൻപുണ്ടായിരുന്ന പല ശക്തികളുടെയും അധികാര കേന്ദ്രങ്ങളുടെയും ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളായിരുന്നു അത്. രണ്ടാമത് ഈ സൈനിക സാന്നിധ്യങ്ങളെല്ലാം, അതായത് ഇസ്ലാമിൻ്റെ എതിരാളികളായ, ഖിലാഫത്തിന് എതിരാളികളായ ആൾക്കാരുടെ സൈനിക സാന്നിധ്യവും ഈ ഭാഗങ്ങളിലുള്ള അവരുടെ സഹകരണവുമെല്ലാം ഒരു വെല്ലുവിളിയായി കണ്ടതുകൊണ്ടാണ് ബഹ്റൈൻ ഗവർണറായിരുന്ന ഉസ്മാൻ ബിൻ അബ്ദുല്ലാ സഖഫി അതിനെതിരെ സൈനിക നടപടിയെടുത്തതെന്നും അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഇതൊരിക്കലും ആ ഭാഗങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് ഒരു അനക്സ് ചെയ്യുവാനുള്ള തീരുമാനമായിരുന്നില്ല എന്നാണ് വിശദീകരിക്കുന്നത്. ഈ കോൺക്വസ്റ്റും അനക്സേഷനും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പലപ്പോഴും പലതരത്തിലുള്ള കോൺക്വസ്റ്റുകളും അതൊരു അനക്സേഷൻ്റെ കൂട്ടിച്ചേർക്കലിൻ്റെ ഭാഗമായിരുന്നില്ല. ഒരു ഭാഗത്ത് വരികയും കീഴടക്കുകയും കുറച്ചു കാലം കഴിഞ്ഞ് അവർ തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് മുസ്ലിങ്ങൾക്ക് മുമ്പും കാണുവാൻ കഴിയും. അനക്സേഷനാണ് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ കൂടെ ചേർക്കുന്ന സംഭവങ്ങളിലാണ് ഒരുപാട് ചരിത്രം വേറെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഉമർലാവിൻ്റെ കാലഘട്ടത്തിൽ ഈ ഒരു സാഹചര്യത്തിലൊന്നും അനക്സേഷൻ ഉണ്ടായിരുന്നില്ല എന്നും അവിടെ ഉണ്ടായിരുന്ന പേർഷ്യക്കാരുടെയോ അല്ലെങ്കിൽ പേർഷ്യക്കാരെ സഹായിക്കുന്ന ആൾക്കാരുടെയോ വെല്ലുവിളികളെ തരണം ചെയ്യാനുള്ള സൈനിക പര്യടനങ്ങളായിരുന്നു ഇതെന്നാണ് ഡോക്ടർ തൻവീർ അഞ്ജുമും അതുപോലെ തന്നെ ഷിബ്ലി നുമാനും പോലുള്ള ആൾക്കാർ വിശദീകരിക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലും ഇതുപോലെ തന്നെ സിന്ധ് തന്നെ കേന്ദ്രീകരിച്ചും അതുപോലെ ബലൂചിസ്ഥാൻ ഭാഗത്തും പിന്നീട് ഇന്ന് കാന്തവ എന്നറിയപ്പെടുന്ന കാച്ചി ഭാഗത്തെ ആ ഭാഗങ്ങളിലുമെല്ലാം മറ്റൊരു സൈനിക പര്യടനം ഉണ്ടായിരുന്നതായും കാണാം. അപ്പോൾ ഈ സൈനിക പര്യടനങ്ങളും ഈ നീക്കങ്ങളുമെല്ലാം അന്നവിടെ സംഭവിച്ചത് ഉണ്ടായിരുന്ന ഭാഗത്തെ നേരത്തെ പറഞ്ഞതുപോലെ വെല്ലുവിളി ചെറുക്കുക എന്ന് പറയുന്ന ഒരു ഡിഫെൻസീവ് മെക്കാനിസം എന്ന നിലയിലായിരുന്നു. അലി റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലും ആ ഒരു ഭാഗത്ത് സബ് കോണ്ടിനെൻറ്റിലെ ആ ഭാഗത്ത് ഫ്രണ്ടിയർ ഭാഗത്ത് സഖർ ബിൻ സ്വാർ എന്ന് പറയുന്ന ഒരു സൈനികനെ, ഒരു മേധാവിയെ അവിടെ നിയമിക്കുന്നതായും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇദ്ദേഹം തന്നെ ഈ സൈനിക കമാൻഡർ അവിടെ ഉണ്ടായിരുന്ന ലോക്കൽ റൂളറിനെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ ഭാഗങ്ങളും കീഴടക്കുന്നതായും കൂട്ടിച്ചേർക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. പിന്നീട് അലി റളിയല്ലാഹുവിൻ്റെ അസാസിനേഷന് ശേഷം പിന്നീട് ഈ തരത്തിലുള്ള സൈനിക പര്യടനങ്ങൾ സ്റ്റോപ്പ് ചെയ്യപ്പെടുന്ന ഒരു ചരിത്രമായിട്ടാണ് ചരിത്രത്തിൽ വിശദീകരിക്കുന്നത്. ഈ ഒരു വിശദീകരണങ്ങളെല്ലാം ചാച്ച്നാമ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ ഫതഹ്നാമെ സിന്ധ് എന്ന പേരിൽ അറിയപ്പെട്ട ഒരു രചനയാണ്. അത് അലി ബിൻ ഹാമിദ് അബീബക്കർ അൽ കൂഫി എന്ന ഒരാളുടെ രചനയാണ്. ഈ രചനയെക്കുറിച്ച് വിശദമായ ചർച്ചയുണ്ട്. അത് നമുക്ക് വരുന്ന ഉടനെ തന്നെ സംസാരിക്കാവുന്നതാണ്. പക്ഷേ അതിന് മുമ്പ് തന്നെ മറ്റുള്ള വിഷയങ്ങളിലേക്ക് കിടക്കേണ്ടതുണ്ട്. ഈ ഒരു കാലഘട്ടത്തിന് ശേഷം ഉമയ്യ കാലഘട്ടമാണ് വരുന്നത്. ഉമയ്യ കാലഘട്ടത്തിൽ മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലഘട്ടത്തിലും ചില മക്രാൻ ഭാഗത്തേക്കും സിന്ധ് ഭാഗത്തേക്കും വിവിധ മിലിറ്ററി കമാൻഡറുകളുടെ സൈനിക സാന്നിധ്യം ഉണ്ടാവുകയും അബ്ദുല്ലാഹ് ബിൻ സവറുൽ അബ്ദി ഈ കിക്കാൻ അതുപോലെ തന്നെ സിനാൻ ബിൻ സലാം അൽ ഹസ്ലി ബോധിയ ഭാഗത്തേക്കൊക്കെയും അയക്കപ്പെട്ടതായും നമുക്ക് ചരിത്രത്തിൽ കാണാം. ഇത് സയ്യിദ് അബൂ സബർ നദ്വിയുടെ താരിഖ് സിന്ധ് എന്ന് പറയുന്ന രചനയിൽ ഈ ഒരു വിശദീകരണങ്ങളുണ്ട്. അവരവിടെ വരികയും ആ ഭാഗങ്ങളൊക്കെ കീഴടക്കുകയും അതും ഉമയ്യ ഖിലാഫത്തിൻ്റെ ഭാഗമാക്കി ചേർത്ത് വെക്കുകയും ചെയ്തു എന്നാണ് ചരിത്രത്തിൽ വിശദീകരിക്കുന്നത്. അതിനുശേഷം നമുക്ക് പിന്നീട് കാണുവാൻ കഴിയുന്നത് ഒരുപക്ഷെ ഇന്ന് നമ്മൾ സാധാരണ സംസാരിക്കുന്ന വലീദ് ബിൻ അബ്ദുൽ മലിക്കിൻ്റെ കാലഘട്ടത്തിലെ മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ സൈനിക പര്യടനത്തെക്കുറിച്ചുള്ള ചരിത്രമാണ്. മുആവിയ റളിയല്ലാഹുവിന് ശേഷം പിന്നീട് അത് ശക്തമാവുന്നതും അതിൻ്റെ കൂടെ തന്നെ ഈ
അമവി പിന്നീട് അബ്ബാസി കാലഘട്ടത്തിലെ പ്രധാന ഗവർണറേറ്റ് വിലായത്തായി സിന്ധും അതിന് ചുറ്റുപാടുള്ള പ്രദേശം മാറുന്നതും മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ ഉമയ്യ ഖലീഫ വലീദിൻ്റെ കാലഘട്ടത്തിലായിരുന്നു എന്നാണ് ചരിത്രത്തിൽ വ്യക്തമാക്കി തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം ഖലീഫ അൽ വലീദ് അദ്ദേഹത്തിൻ്റെ ഉബൈദ് ബിൻ നബഹാനും ബുദൈല നടക്കമുള്ള ആൾക്കാരെയും ഈ ഭാഗത്തേക്ക് അയച്ചെങ്കിൽ പോലും അവിടെ ഉണ്ടായിരുന്ന രാജാ ദാഹിർ, സിന്ധിൻ്റെ അധികാരിയായിരുന്ന രാജാ ദാഹിർ അവരെ പരാജയപ്പെടുത്തുകയായിരുന്നു സംഭവിച്ചതെന്നാണ് ചരിത്രത്തിലുള്ളത്. ഈ ഒരു ചരിത്രം ഇതിന് ശേഷം നമുക്ക് മുസ്ലിം ചരിത്ര രചനകളിലെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി മാറുകയും ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പരാമർശിച്ച ഈ ചാച്ച്നാമ അല്ലെങ്കിൽ ഫതഹ്നാമെ സിന്ധ് എന്ന് പറയുന്ന രചന യഥാർത്ഥത്തിൽ ഈ മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ സൈനിക പര്യടനത്തെക്കുറിച്ച് മാത്രം ഫോക്കസ് ചെയ്ത രചനയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇത് 8-ാം നൂറ്റാണ്ടിലാണ് രചിക്കപ്പെട്ടതെന്നും അതല്ല അത് 13-ാം നൂറ്റാണ്ടിലെ രചനയാണെന്നുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ നമുക്ക് സംസാരിക്കാം. പക്ഷേ ഈ രചനയിൽ ചാച്ച്നാമ എന്നറിയപ്പെടുന്ന, ചാച്ച്നാമ എന്ന് വെച്ചാൽ സിന്ധിൻ്റെ അന്നത്തെ ഭരണാധികാരിയായിരുന്ന രാജാ ചാച്ചിലേക്ക് കണക്ട് ചെയ്തുകൊണ്ടാണ് ചാച്ച്നാമ എന്നത് പേർഷ്യനിൽ അറിയപ്പെടുന്നത്. അതിൻ്റെ മറ്റൊരു രൂപം ഫതഹ്നാമെ സിന്ധ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിനുപയോഗിച്ച പേര്. ഈ രചനയിലാണ് ഒരുപക്ഷേ ഇന്നത്തെ മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ സൈനിക പര്യടനത്തെക്കുറിച്ചുള്ള കൂടുതൽ തെളിവുകൾ ലഭിക്കുന്ന ഒരു രചന. അതുപോലെ തന്നെ ഫതുഹുൽ ബുൽദാൻ എന്നറിയപ്പെടുന്ന ബലാദൂരിയുടെ രചനയിലും ഈ ഒരു ഭാഗം തന്നെ ഉമയ്യ ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിലെ സിന്ധിൻ്റെ ആ ഭാഗത്തുണ്ടായിരുന്ന സൈനിക പര്യടനങ്ങളുടെ ഒരു വിശദീകരണവും അൽ ബലാദൂരി അദ്ദേഹത്തിൻ്റെ രചനയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അൽ ബലാദൂരി നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് വരുന്നത്. അതിന് മുമ്പുള്ള ആദ്യകാല രചനയായിട്ടാണ് ചാച്ച്നാമ അല്ലെങ്കിൽ അലി കൂഫിയുടെ ഫതഹ്നാമെ സിന്ധ് എന്ന് പറയുന്ന രചന ശ്രദ്ധിക്കപ്പെടുന്നത്. ഈ രചനയിൽ അവിടെ ഉണ്ടായിരുന്ന, അതായത് മുഹമ്മദ് ബിൻ ഖാസിം സൈനിക പര്യടനവുമായി വരുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ഉള്ള ചരിത്രം, ഈ സിന്ധിൻ്റെ ഭരണാധികാരിയുടെ ചരിത്രം, ചാച്ചിൻ്റെ മകനായ ദാഹിർ അധികാരത്തിൽ വരുന്നതും അവരുടെ ഭാര്യമാരുടെയും മക്കളുടെയും ചരിത്രം, ആ ഭാഗത്തെ മുഴുവൻ സൈന്യത്തിൻ്റെയും ജനങ്ങളുടെയും ചരിത്രം, ആ ഒരു കാലഘട്ടത്തിൽ മുഹമ്മദ് ബിൻ ഖാസിം അങ്ങോട്ട് വരുന്നു. അതിനുശേഷം മുഹമ്മദ് ബിൻ ഖാസിമിനെ അയച്ച ബസ്രയിലെയും കൂഫയിലെയും ഗവർണറായിരുന്ന ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ മുഹമ്മദ് ബിൻ ഖാസിമും തമ്മിലുള്ള കത്തുകളുടെ കറസ്പോണ്ടൻസിൻ്റെ വിശദീകരണവും എല്ലാം നമുക്ക് ഈ ചാച്ച്നാമയിൽ കാണുവാൻ കഴിയും. ചാച്ച്നാമയുടെ ഓതൻറ്റിസിറ്റിയെക്കുറിച്ചും ചില സംശയങ്ങളുണ്ട്. മന്നാൻ ആസിഫ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ചരിത്രകാരൻ തന്നെ അതിൻ്റെ ഓതൻറ്റിസിറ്റിയെയും അതിലെ ഒരുപാട് വിഷയങ്ങളെയും സംശയത്തോടെ കാണുന്നതും നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ കഴിയും. എന്നാൽ പോലും മുഹമ്മദ് ഖാസിമിനെ കുറിച്ചുള്ള സുപ്രധാനമായ ഒരു ഒരു രേഖ എന്നത് ചാച്ച്നാമ തന്നെയായിട്ടാണ് ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റിലെ ചരിത്രകാരന്മാർ പരാമർശിക്കുന്നത്. മുഹമ്മദ് ബിൻ ഖാസിം ഇവിടെ എത്തുന്നത് എന്തിനാണ്? സാധാരണ നമ്മൾ ആദ്യമേ കേൾക്കുന്ന ഒരു ചർച്ച എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു അറബ് ഒരു കാരവാൻ, അതിലെ ചില ആൾക്കാർ മരണപ്പെടുകയും ആ കാരവാൻ തിരിച്ച് സിലോൺ വഴി, സലാന്ദീപ് എന്നറിയപ്പെടുന്ന ഇന്നത്തെ ശ്രീലങ്ക ആ ഭാഗത്ത് വഴി സിന്ധ് വഴി തിരിച്ചു പോകുമ്പോൾ രാജാ ദാഹിറിൻ്റെ കാലഘട്ടത്തിലെ ചില കടൽ കൊള്ളക്കാർ അത് പിടിച്ചു വെക്കുകയും എന്നിട്ട് അവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ഒരു വാർത്ത രക്ഷപ്പെട്ട ചിലർ ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ അടുത്ത് എത്തിക്കുകയും ഹജ്ജാജ് ബിൻ യൂസുഫ് അത് ആദ്യം മറ്റ് സൈന്യത്തെ അയക്കുകയും പിന്നീട് അതിനെ പരാജയപ്പെടുമ്പോഴാണ് മുഹമ്മദ് ബിൻ ഖാസിമിനെ 711 കാലഘട്ടത്തിൽ AD 711 മുഹമ്മദ് ബിൻ ഖാസിമിനെ അയക്കുകയും അദ്ദേഹം അവരെ പരാജയപ്പെടുത്തുകയും ചെയ്യുന്നത്. അതൊരു കാരണമാണെങ്കിൽ പോലും അത് ഇമ്മീഡിയറ്റ് കോസാണ്. അതല്ലാതെ തന്നെ മറ്റു ചില കാര്യങ്ങൾ, ഈ സിന്ധ് മക്രാൻ ഭാഗത്തുള്ള ഭരണാധികാരികൾ പേർഷ്യക്കാരെ സഹായിക്കുന്നത്, അതുപോലെ തന്നെ പല ഈ ഇസ്മായിലി അലവി ഗ്രൂപ്പുകളുടെ ശക്തമായ സ്വാധീനം, അതുപോലെ തന്നെ കച്ചവടം, നാവിക മേഖലകളിലേക്കുള്ള കച്ചവട യത്നങ്ങൾക്ക് തടയിടുന്ന പൈരേറ്റ്സുകളുടെ, അതുപോലെ ഇവരുടെ കടൽ കൊള്ളക്കാരുടെ പ്രശ്നങ്ങൾ, ഇതിനെയെല്ലാം തരണം ചെയ്യുക എന്നതും കൂടി ഈ സൈനിക പര്യടനത്തിൻ്റെ പ്രധാന ലക്ഷ്യമായിരുന്നു എന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ഒരു കൂടിയാണ് അതിനൊരു ഇമ്മീഡിയറ്റ് കോസായി ഈ ഒരു പ്രശ്നം മാറുന്നു എന്നുള്ളതാണ്. അങ്ങനെ 711 മുഹമ്മദ് ബിൻ ഖാസിം ആ ഭാഗത്തേക്ക് എത്തുകയും
അദ്ദേഹത്തിൻ്റെ സൈനിക പര്യടനം വളരെ എളുപ്പമായിരുന്നു. കാരണം ഓൾറെഡി ബലൂചിസ്ഥാനിലെയും കിക്കാൻ, മക്രാൻ അടക്കമുള്ള ഭാഗങ്ങളെല്ലാം ഉമയ്യ ഖിലാഫത്തിൻ്റെ കീഴിലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഗവർണർമാരുടെ സഹായത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം അവിടെ ദിബോളിലെയും നിറുൺ ഭാഗത്തേക്കും സീസാം, സവാൻ, റാവർ, ബ്രഹ്മനാബാദ്, അലൂർ അടക്കമുള്ള ഭാഗങ്ങളിലേക്കും എത്തുകയും ആ ഭാഗങ്ങളൊക്കെയും അവിടെയുള്ള സിന്ധ് സൈനികരെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവരെ കൂടെ കൊണ്ടുവരികയും ആ ഭാഗങ്ങൾ മുഴുവനും ഉമയ്യ ഖിലാഫത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ചരിത്രം വളരെ സുപ്രധാനമായ ചരിത്രമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ മുഹമ്മദ് ഖാസിമിൻ്റെ വരവ് ബുദ്ധിമുട്ടായിരുന്നില്ല. ഓൾറെഡി തന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റിൻ്റെ ബലൂചിസ്ഥാൻ വിവിധ ഭാഗങ്ങളുടെ സൈനിക സാന്നിധ്യവും അതുപോലെ തന്നെ ഇന്ത്യയിലെ ഇവരെക്കാളും ദുർബലമായ സിന്ധ് ഭരണാധികാരികളുടെയും ചുറ്റുപാടുമുള്ള പ്രമാണിമാരുടെയും സൈനികമായ ദൗർബല്യവും മുഹമ്മദ് ഖാസിമിൻ്റെ വിജയത്തിന് വലിയ സഹായകമായി എന്നും കൂടിയുണ്ട്. അതുമാത്രമല്ല, ഇവരുടെ മഞ്ചനീക്ക് പോലുള്ള പഴയകാല പീരങ്കിയുടെ ഉപയോഗം, തീക്കട്ടകൾ വലിച്ചെറിയുന്ന, അതുപോലെ കല്ല് വലിച്ചെറിയാൻ പറ്റുന്ന തരത്തിലുള്ള മഞ്ചനീക്ക് ഉപയോഗിച്ചുകൊണ്ട് ഫോർട്ടുകളൊക്കെ തകർത്ത് ആ തരത്തിലുള്ള ഒരു സൈനിക നടപടിയും കൂടി ഇദ്ദേഹം അക്കാലത്ത് സ്വീകരിച്ചതായും നമുക്ക് കാണാം. അതുപോലെ മുഹമ്മദ് നവസ്ലം അദ്ദേഹത്തിൻ്റെ മുഹമ്മദ് ബിൻ ഖാസിം ഓർ ഉസ്കെ ജാനഷീൻ എന്ന് പറയുന്ന രചനയിൽ ഈ വിശദീകരണങ്ങൾ കൂടുതലായിട്ടുണ്ട്. പിന്നീട് 714 ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹം തിരിച്ചു വിളിക്കപ്പെടുകയും അദ്ദേഹം ഹജ്ജാജ് ബിൻ യൂസുഫുമായി ഉമയ്യ ഖലീഫ സുലൈമാനുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം ഹജ്ജാജ് ബിൻ യൂസുഫിനോട് ആരൊക്കെ അടുത്ത് നിൽക്കുന്നോ അവരെയൊക്കെയും ഉപദ്രവിക്കുകയും ജയിലിടുകയും വധിക്കുകയും ചെയ്യുന്ന നിലപാടായിരുന്നു ഖലീഫ സുലൈമാൻ സ്വീകരിച്ചത് കൊണ്ട് തന്നെ ഈ ഒരു പര്യടനം അവിടെ നിൽക്കുകയാണ് ചെയ്തത്. ചില ചരിത്രകാരന്മാർ തന്നെ പറയുന്നത് അത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല എങ്കിൽ, അതായത് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലായിരുന്നെങ്കിൽ മുഹമ്മദ് ബിൻ ഖാസിമിന് കാശ്മീർ അടക്കമുള്ള പ്രദേശങ്ങൾ മുഴുവനും തൻ്റെ ഉമയ്യ ഖിലാഫത്തിൻ്റെയോ അല്ലെങ്കിൽ ഉമയ്യ ഖിലാഫത്തിൻ്റെ ഗവർണറേറ്റിലേക്ക് ചേർത്ത് വെക്കുവാനും കൂടി കഴിയുമായിരുന്നു എന്നുള്ള നിരീക്ഷണം ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഉമയ്യാക്കളുടെ പരാജയത്തിന് ശേഷം പിന്നീട് അബ്ബാസി ഖിലാഫത്ത് വരികയും അവിടെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ സിന്ധ് അബ്ബാസി ഖിലാഫത്തിൻ്റെ കീഴിൽ തന്നെ തുടരുകയും ചെയ്യുന്നതായിട്ടുണ്ട്. അബ്ബാസി ഖിലാഫത്തിൻ്റെ സുപ്രധാനമായ അല്ലെങ്കിൽ ഗോൾഡൻ പീരീഡ് എന്നറിയപ്പെടുന്ന കാലഘട്ടത്തിലെ അവസാനത്തെ ഖലീഫയാണ് ഖലീഫ മുത്തവക്കിൽ. 861 അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുന്നത്. ഈ 861 വരെ സിന്ധ് എന്ന് പറയുന്നത് സുപ്രധാനമായ അബ്ബാസി ഖിലാഫത്തിൻ്റെ കീഴിലുള്ള ചരിത്ര ഒരു പ്രദേശവും കൂടിയായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ അബ്ബാസി ഖിലാഫത്തിൻ്റെ കീഴിൽ പോലും സിന്ധും പെഷവാറും മൻസൂറയും അടക്കമുള്ള വിവിധ ഭാഗങ്ങളെല്ലാം പ്രധാന കേന്ദ്രമായി മാറുന്നതിൻ്റെ അതിൽ ഏറ്റവും കാരണക്കാരൻ മുഹമ്മദ് ബിൻ ഖാസിം എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സൈനിക മേധാവിയായിരുന്നു എന്ന് തന്നെയാണ് യഥാർത്ഥ സത്യം. അത് ഖാദി അദ്ഹർ മുബാറക്പൂരിയുടെ ഹിന്ദുസ്ഥാൻ മേ അറബോം കി ഹുക്കുമത്ത് എന്ന് പറയുന്ന രചനയിൽ ഈ വിശദീകരണം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം അബ്ബാസി ഖിലാഫത്ത് 861 ശേഷം അവർക്കിടയിൽ അന്തർചിത്രത രൂപപ്പെടുകയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കുടുംബ വഴക്കുകൾ രൂപപ്പെടുകയും അതിർത്തി പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ബാക്കിയുള്ള ദൂരപ്രദേശങ്ങളിൽ ഫ്രണ്ടർ ഏരിയകളിൽ വിവിധ ഇൻഡിപെൻഡൻ്റായ സൽത്തനത്തുകൾ രൂപപ്പെടുന്ന സാഹചര്യത്തിലേക്കും എത്തി. ഇതേ സാഹചര്യം ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലും അബ്ബാസി ഖിലാഫത്തിന് കീഴിലുണ്ടായിരുന്ന സിന്ധടക്കമുള്ള പ്രദേശങ്ങളിൽ ഉണ്ടാവുകയും വിവിധ ഇൻഡിപെൻഡൻറ്റ് കിങ്ഡംസ് രൂപപ്പെടുകയും ചെയ്തതായും ചരിത്രത്തിലുണ്ട്. അത് മഹാനിയ കിങ്ഡം എന്നറിയപ്പെടുന്ന ഫൈസൽ ബിൻ മഹാൻ നേതൃത്വത്തിലുള്ള ഖലീഫ മഅ്മൂൻ്റെ കാലഘട്ടത്തിൽ തന്നെ അത് സംഭവിച്ചതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ ഹബ്ബാരിയ കിങ്ഡം, അത് മുത്തവക്കിലിൻ്റെ കാലഘട്ടത്തിലാണ് ഇത് ഉണ്ടാവുന്നത്. ഇദ്ദേഹം സിന്ധടക്കമുള്ള വിവിധ ഭാഗങ്ങളിലെ ഗവർണറായിരുന്നു. ഉമർ ബിൻ അബ്ദുൽ അസീസ് ഹബ്ബാരിയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് അല്ലെങ്കിൽ ഉമർ രണ്ടാമൻ എന്ന് വിളിക്കപ്പെടുന്ന ആളല്ല. ഇത് ഉമർ ബിൻ അബ്ദുൽ അസീസ് ഹബ്ബാരി എന്ന് വിളിക്കപ്പെടുന്ന അബ്ബാസി ഖിലാഫത്ത് കാലഘട്ടത്തിലെ സിന്ധിലെ ഗവർണറായിരുന്നു. അദ്ദേഹം ആ ഭാഗം പിന്നീട് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള അധികാര പ്രദേശങ്ങളെല്ലാം സ്വതന്ത്രമായി എടുക്കുകയും അവിടെ സ്വതന്ത്ര ഭരണാധികാരിയായി തീർന്നു എന്നുള്ളതാണ് ചരിത്രം. അതിനുശേഷം മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ്, ഒരു മുസ്ലിം ഇൻഡിപെൻഡൻറ്റ് ഭരണകൂടമാണ് ബനു സമാ കിങ്ഡം. ഈ ബനു സമാ കിങ്ഡം മുഹമ്മദ് ബിൻ ഖാസിം സാമി എന്ന് വിളിക്കപ്പെടുന്ന സൈനിക മേധാവിയുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ടതാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത,
ഈജിപ്റ്റ് കേന്ദ്രീകരിച്ച് ഫാത്തിമി ഡൈനാസ്റ്റി രൂപപ്പെടുന്ന കാലഘട്ടത്തിലും ഇസ്മായിലികളായ അല്ലെങ്കിൽ ഇസ്മായിലി എന്ന് വിളിക്കപ്പെടുന്നത് ഏഴാമത്തെ ഇമാമായിട്ട് ഷിയാക്കൾ ഇസ്നാശിരികൾ കരുതുന്ന ഷെയ്ഖ് ഇസ്മായിലുണ്ട്. ഇമാമുൽ ഇസ്മായിൽ, അദ്ദേഹത്തിൻ്റെ പേരിലേക്കാണ് ഇസ്മായിലിയ എന്ന് വിളിക്കപ്പെടുന്ന ഷീ ഗ്രൂപ്പ് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ അസ്മായി എന്ന് പറയുന്ന മറ്റൊരു പേരിലും അറിയപ്പെടുന്നുണ്ടവർ. ഈ ഇസ്മായിലി വിഭാഗക്കാരോട് പൊളിറ്റിക്കൽ ലീനിയൻസ്, രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കിയ മുഹമ്മദ് ബിൻ ഖാസിം സാമി അദ്ദേഹം ഫാത്തിമി ഖിലാഫത്തിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്നതായിട്ടാണ് പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവസാനം മഹ്മൂദ് ഗസ്നബി ഇന്ത്യയിൽ വരുമ്പോൾ ആ അവസാനത്തെ ഈ ഇസ്മായിലി ഭരണകൂടമായി ബനു സമ മാറുകയാണ് ചെയ്യുന്നത്. അവർ ആ തരത്തിൽ പൊളിറ്റിക്കൽ ഐഡിയോളജി സ്വീകരിക്കുകയും ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയ ഇസ്മായിലി ഭരണകൂടമായി അവർ മാറുകയും ചെയ്തു. പിന്നീട് മുഹമ്മദ് ഗസ്നബി ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിൽ ഈ ഇസ്മായിലി ഭരണാധികാരിയെ, അല്ലെങ്കിൽ അബുൽ ഫത്തഹ് ദാവൂദ് എന്ന് വിളിക്കപ്പെടുന്ന ബനു സമ കിങ്ഡത്തിലെ അവസാനത്തെ ഭരണാധികാരിയെ 1010 പരാജയപ്പെടുത്തി അത് ഗസ്നബി ഡൈനാസ്റ്റിയുടെ ഭാഗത്തിലേക്ക് ചേർത്ത് വെക്കുന്നത്. പ്രധാനപ്പെട്ട നാലാമത്തെ ഒരു വിഭാഗമാണ് മാദനിയ കിങ്ഡം. ഇതും ഒരു റിബൽ ഗ്രൂപ്പുകളുടെ, നമ്മൾ ചരിത്രത്തിൽ ഖവാരിജികൾ എന്നൊക്കെ വിളിക്കപ്പെടുന്ന അബ്ബാസി അമവികൾക്കെതിരെയും പിന്നീട് അബ്ബാസികൾക്കെതിരെയും വിവിധ റിബലായി ഉണ്ടായിരുന്ന ഗ്രൂപ്പുകളാണ്. അവരുടെ കീഴിലേക്ക് ഈസ ബിൻ മാദൻ എന്ന് പറയുന്ന നേതാവിൻ്റെ കീഴിൽ രൂപപ്പെട്ട ഒരു ഇൻഡിപെൻഡൻറ്റ് ഭരണകൂടമാണ് മാദനിയ കിങ്ഡം. ഇത് അവസാനം മുഹമ്മദ് ഗൂരിയുടെ 1178 മുഹമ്മദ് ഗൂരി അതിനെ പരാജയപ്പെടുത്തിയിട്ട് ഗൂരി ഡൈനാസ്റ്റിയുടെ ഭാഗമായി ആ പ്രദേശം മക്രാൻ അടക്കമുള്ള പ്രദേശം ചേർക്കുന്നതായിട്ടാണ് ചരിത്രത്തിലുള്ളത്. ഇങ്ങനെ സിന്ധ് എന്നത് അബ്ബാസി ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ സുപ്രധാനമായ ഗോൾഡൻ പീരീഡിന് ശേഷം മുത്തവക്കിലിൻ്റെ 861 മരണത്തോടുകൂടി ഈ ഭാഗങ്ങളെല്ലാം ഛിന്ന ഭിന്നമാകുകയും അവിടെയെല്ലാം സ്വതന്ത്രമായ മുസ്ലിം ഡൈനാസ്റ്റികൾ രൂപീകരിക്കപ്പെടുന്ന ചരിത്രമുണ്ടായതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ ഒരു ചരിത്രത്തിന് ശേഷം ഒരുപക്ഷെ ഇസ്ലാമിക ലോകത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയനായ ചരിത്രകാരനെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് അബൂ റൈഹാൻ അൽബറൂനിയാണ്. അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ കിതാബുൽ ഹിന്ദ് ആവട്ടെ അല്ലെങ്കിൽ താരിഖുൽ ഹിന്ദ് ആവട്ടെ, ഇന്ത്യയെക്കുറിച്ചുള്ള വിവിധ രചനകളിലെല്ലാം ഈ അവിടെ ഉണ്ടായിരുന്ന വിവിധ തരത്തിലുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക ചലനങ്ങളെ അദ്ദേഹം പരാമർശിക്കുന്നതായും കാണാം. പൊതുവെ അൽബറൂനിയുടെ ചരിത്രരചനയിൽ പണ്ഡിതന്മാർ മുന്നോട്ട് വെക്കുന്നത് അൽബറൂനി കൂടുതൽ രാഷ്ട്രീയ ചലനങ്ങളെക്കാൾക്കും അപ്പുറം ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ, പ്രത്യേകിച്ച് ഗസ്നവിയുടെ കാലഘട്ടത്തിലാണ് അദ്ദേഹം കയറി വരുന്നത്. മഹ്മൂദ് ഗസ്നവിയുടെ കൂടെയാണ് അൽബറൂനി ഇന്ത്യൻ സബ് കോണ്ടിലേക്ക് എത്തുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ അവരുടെ കീഴിലുണ്ടായിരുന്ന വിവിധ പ്രദേശങ്ങളിലെ ഹിന്ദു ജനസമൂഹങ്ങൾക്കിടയിലുണ്ടായിരുന്ന സാംസ്കാരിക വൈവിധ്യത്തെയും വൈരുദ്ധ്യത്തെയും ഇന്ത്യയുടെ തന്നെ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ ജിയോളജിയെക്കുറിച്ചും ജിയോഗ്രഫിയെക്കുറിച്ചും ആന്ത്രോപോളജിയെക്കുറിച്ചും സോഷ്യോളജിയെക്കുറിച്ചുമെല്ലാം നല്ല പഠനം നടത്തിയ, അതിൽ ഫോക്കസ് ചെയ്ത ചരിത്രകാരനായിട്ടാണ് അബൂ റൈഹാൻ അൽബറൂനിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ രചനകളിൽ ചില രാഷ്ട്രീയ നിമിഷങ്ങൾ കൂടി കാണാം. ആ രാഷ്ട്രീയ നിമിഷങ്ങൾ അവിടുത്തെ സാമൂഹികതയുമായി കണക്ട് ചെയ്തു എന്നതുകൊണ്ടാണ് അദ്ദേഹം അത് കൂടുതലായും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒരു പൊളിറ്റിക്കൽ തിയറിറ്റീഷ്യൻ എന്ന നിലയിലാണ് നമുക്ക് ഈ രചനയെ കാണുവാൻ കഴിയുന്നത്. അൽബറൂനി തന്നെ മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ നീക്കത്തെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് മുഹമ്മദ് ഖാസിം ഇവിടെ വരികയും സിന്ധടക്കമുള്ള സിജിസ്ഥാനിലെയും ബ്രാഹ്മണനാബ് അടക്കമുള്ള വിവിധ പ്രദേശങ്ങൾ അദ്ദേഹം കീഴടക്കുകയും അതിനെ മൻസൂറ എന്നും ഉമിറ എന്നുമുള്ള പേരൊക്കെയും അദ്ദേഹം ഇട്ടതായി അൽബറൂനി വിശദീകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിന്ധിൻ്റെയും ബലൂചിസ്ഥാൻ്റെയും വിവിധ ഫ്രണ്ടിയർ ഏരിയകളിലേക്ക് പോലും സൈനിക വിന്യാസം നടത്തുവാനും അദ്ദേഹം ശ്രമിച്ചതായും പറയുന്നുണ്ട്. പിന്നീട് എങ്ങനെയാണ് ഇന്ത്യയിലെ ജനനിവാസികൾക്ക് ഈ മുസ്ലിം ഭരണകൂടങ്ങളോട് ഒരു വൈരാഗ്യം രൂപപ്പെടാനുള്ള കാരണം എന്തുകൊണ്ട് എന്നുള്ളത് അദ്ദേഹം അതിനുശേഷം വിശദീകരിക്കുന്നുണ്ട്. കാരണം ഇവരിവിടെ വരികയും പിന്നീട് ഇവിടെയുള്ള ജനങ്ങളോട് വേണ്ട രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുകയും അതുപോലെ തന്നെ അവരുടെ ജനങ്ങളുടെ വിശ്വാസത്തിൽ കൈയിടുകയും ഇൻ്റർഫിയർ ചെയ്യുന്നതോടുകൂടി തന്നെ ഇത് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ പ്രത്യേകിച്ച് ഹിന്ദു സമുദായങ്ങൾക്കിടയിൽ മുസ്ലിം ഭരണകൂടങ്ങളോട്, പിന്നീട് വന്ന മുസ്ലിം ഭരണകൂടങ്ങളോട് ശക്തമായ വൈരാഗ്യവും വിദ്വേഷം രൂപപ്പെടാൻ കാരണമായി എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമുക്ക്
മുഹമ്മദ് ഇബ്നു ഖാസിമിൻ്റെയും അതിനുശേഷമുള്ള ഭരണകർത്താക്കളുടെയും ഹിന്ദു സമുദായങ്ങളോടുള്ള നയനിലപാട് എന്നത് പ്രത്യേകമായി തന്നെ പഠിക്കേണ്ട വിഷയമാണ്. ചുരുക്കി പറഞ്ഞാൽ മുഹമ്മദ് ഇബ്നു ഖാസിം അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നല്ല നിലപാട് തന്നെയാണ് കാണിച്ചിരുന്നതെന്നും പിന്നീട് വന്ന ഭരണകർത്താക്കളാണ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് മുസ്ലിങ്ങളോടും മുസ്ലിം ഈ സൈനിക വിന്യാസങ്ങളോടും ഒരു വിദ്വേഷമുണ്ടാവാൻ കാരണമായതെന്നാണ് അൽബിറൂനി തന്നെ അദ്ദേഹം വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ അൽബിറൂനിയുടെ രചനകളിൽ ഏറ്റവും കൂടുതൽ ക്രിട്ടിക്കലായി കണ്ടത് സുൽത്താൻ മഹ്മൂദ് ഗസ്നവിയുടെ സോമനാഥ് ടെമ്പിളാണ്. അതും ഈ മുസ്ലിം ഭരണകർത്താക്കളും മുസ്ലിം ഡൈനാസ്റ്റികളും ഈ ഹിന്ദു ടെമ്പിളുകളും തമ്മിലുള്ള വ്യത്യസ്തമായ ഒരു ചരിത്രമാണ്. അത് വേറെ തന്നെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. പക്ഷേ അൽബിറൂനി ഈ മുസ്ലിം ഭരണകർത്താക്കളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ മഹ്മൂദ് ഗസ്നവിയുടെ സോമനാഥ് മന്ദിരം അറ്റാക്ക് ചെയ്യുന്നതിനെയും അതുണ്ടാക്കിയ ഭവിഷ്യത്തിനെയും കൂടുതൽ വിശദീകരിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ ആയിരങ്ങൾക്ക് ശേഷം സുബുക്തഗിൻ എന്ന് വിളിക്കപ്പെടുന്ന ഗസ്നവി ഡൈനാസ്റ്റിയുടെ സ്ഥാപകനും അതിനുശേഷം മഹ്മൂദ് ഗസ്നവിയുടെ ചലനങ്ങളെയും കുറിച്ചുള്ള വിവിധ പഠനങ്ങൾ തന്നെ ഉണ്ടാകുന്നുണ്ട്. അത് അൽബിറൂനി അദ്ദേഹത്തിൻ്റെ രചനയിൽ അത് ഉൾപ്പെടുത്തി പരാമർശിക്കുന്നതായും നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹം തന്നെ ഇവിടെ പറയുന്നത്, അൽബിറൂനി മഹ്മൂദ് ഗസ്നവിയുടെ സൈനിക പരിണതത്തെക്കുറിച്ച് പറയുന്നത്, അദ്ദേഹം ഈ നാടിനെ അതിൻ്റെ പ്രോസ്പെരിറ്റിയെ നശിപ്പിച്ച് കളയുകയാണ് ചെയ്തത്. ഇവിടെ ഉണ്ടായിരുന്ന സകലവിധ സൗന്ദര്യങ്ങളെയും ഇല്ലാതാക്കുകയും അതുപോലെ തന്നെ അതൊരു മുസ്ലിങ്ങൾക്കെതിരെയിൽ ശക്തമായൊരു വൈരാഗ്യത്തിന് കാരണമായി തീരുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ മുസ്ലിം പര്യടനത്തെക്കുറിച്ച് പറയുമ്പോൾ അൽബിറൂനിയുടെ രചന പ്രാമാണികമാണ്, അതിൽ യാതൊരു സംശയമില്ല. എന്നാൽ പോലും അൽബിറൂനിയുടെ രചനകളിൽ പോലും ചില സ്ഖലിതങ്ങൾ സംഭവിച്ചതായി പിന്നീട് വന്ന പണ്ഡിതന്മാർ, ഈ തൻവീർ അൻജുമിനെ പോലുള്ള പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അൽബിറൂനിയുടെ പല ചരിത്ര നിരീക്ഷണങ്ങളും വൈരുദ്ധ്യങ്ങൾ കാണുവാൻ കഴിയും. കാരണം അൽബിറൂനി രാഷ്ട്രീയ വിശദീകരണം നടത്തുമ്പോൾ ഭരണകർത്താക്കളെയും അവരുടെ കാലഘട്ടത്തെയും പലപ്പോഴും വിശദീകരിക്കുമ്പോൾ പോലും ഇങ്ങനെയുള്ള സ്ഖലിതങ്ങൾ ഉണ്ടാവുകയും, എന്നാൽ ഇന്ത്യയിലെ ജനസമൂഹങ്ങളെക്കുറിച്ചും ഭൂസ്വത്തിനെക്കുറിച്ചും ഇവിടുത്തെ പ്രകൃതി സോഴ്സുകളെക്കുറിച്ചും എല്ലാം സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷ്മമായി തന്നെ അദ്ദേഹം സംസാരിക്കുന്നതായിട്ടാണ് ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നത്. ഇവിടെ മുഹമ്മദ് ഖാസിമിൻ്റെ ചില ഭാഗങ്ങളും ഇത് കീഴടക്കുന്ന ഭാഗങ്ങളെക്കുറിച്ചുള്ള അൽബിറൂനിയുടെ കാഴ്ചപ്പാടുകൾ തെറ്റാണെന്നും മക്രാൻ അടക്കമുള്ള വിവിധ ഭാഗങ്ങൾ അൽബിറൂനിക്ക് മുമ്പേ തന്നെ കീഴടക്കിയെന്നുമൊക്കെയുള്ള ചരിത്രരചനകളുണ്ട്. അപ്പോൾ അത് ഈ അൽബിറൂനിയാണ് മക്രാൻ അടക്കമുള്ള ഭാഗങ്ങൾ കീഴടക്കിയെന്നുള്ളത് തെറ്റായിട്ട് ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. ഇത് ഈ പറയുന്ന രണ്ട് രചനകൾ, അതായത് ലോസ് ഓഫ് ഹിന്ദുസ്ഥാൻ, ദ ഇൻവെൻഷൻ ഓഫ് ഇന്ത്യ, മനാൻ അഹമ്മദ് യാസിഫ്, അതുപോലെ തന്നെ ദ ബുക്ക് ഓഫ് കോങ്കസ്റ്റ്, ദ ചാച്ച്നാമ ആൻഡ് മുസ്ലിം ഒറിജിൻ ഇൻ സൗത്ത് ഏഷ്യ, 2020 2016 രചിക്കപ്പെട്ട ഈ രണ്ട് രചനകൾ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ മുസ്ലിങ്ങളുടെ സൈനിക സാന്നിധ്യത്തെയും അതിനെക്കുറിച്ചുമുള്ള ഒരുപാട് സംശയങ്ങൾക്കുമുള്ള തിരുത്തെഴുത്തായിട്ട് മനസ്സിലാക്കേണ്ട രണ്ട് രചനകളാണ്. അതിൽ ആദ്യത്തത് ദ ലോസ് ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന രചനയിൽ ഈ യൂറോപ്യൻ ഓറിയൻ്റലിസ്റ്റ് പെർസ്പെക്റ്റീവിലൂടെ മുസ്ലിങ്ങളുടെ സൈനിക സാന്നിധ്യത്തെ കാണുന്നതിനെ നേരെ എതിർത്ത് പറയുന്ന, അതിനെ തിരുത്തുന്ന ഒരു രചനയായിട്ടാണ് ഈ രചന കാണുവാൻ കഴിയുന്നത്. ആദ്യകാല മുസ്ലിം സൈനിക പര്യടനങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ അതൊരു ഇസ്ലാമിക എക്സ്പാൻഷനായും ഫനാറ്റിസമായും വിശദീകരിക്കുന്ന ലോകത്ത് നിന്ന് മാറിക്കൊണ്ട് അതിൻ്റെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന രചനയാണ് ദ ലോസ് ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്ന രചന. അദ്ദേഹത്തിൻ്റെ തന്നെ മനാൻ അഹമ്മദ് ആസിഫിൻ്റെ തന്നെ രചനയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അലി കൂഫി രചിച്ച ചാച്ച്നാമ അല്ലെങ്കിൽ ഫതഹ്നാമെ സിന്ധ് എന്ന് പറയുന്ന രചന. അതിനെക്കുറിച്ചുള്ള ഒരു ക്രിട്ടിക്കാണ് ദ ബുക്ക് ഓഫ് കോങ്കസ്റ്റ്, ദ ചാച്ച്നാമ ആൻഡ് മുസ്ലിം ഒറിജിൻസ് ഇൻ സൗത്ത് ഏഷ്യ. കാരണം ചാച്ച്നാമയിൽ ഉണ്ടാവുന്ന ഒരുപാട് സംശയങ്ങൾ, അതിലെ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് അത് 8-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട രചനയല്ല എന്നും 13-ാം നൂറ്റാണ്ടിലെ ഒരു പേർഷ്യൻ ലിറ്ററേച്ചറിൽ രചിക്കപ്പെട്ട രചനയാണെന്നും സമർത്ഥിക്കുന്ന ബുക്കാണിത്. അതുമാത്രമല്ല, ഇതിലെ മുഹമ്മദ് ഇബ്നു ഖാസിമിനെ കുറിച്ചും ഉമയ്യ ഖിലാഫത്തിനെ കുറിച്ചും ഹജ്ജാജ് യൂസുഫിനെ കുറിച്ചും അവർ ചെയ്ത പല കാര്യങ്ങളും റൊമാൻറ്റിസൈസ് ചെയ്ത രചനകളാണെന്നും സത്യമല്ല എന്നും ഒരുപാട് പ്രശ്നങ്ങൾ ഫാക്ച്വൽ എറർ ഈ രചനയിലുണ്ടെന്നുമൊക്കെ മനാൻ അഹമ്മദ്
ആസിഫ് ഈ രചനയിലൂടെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാച്ചിനാമയെ ഒരു റൊമാൻസ് കൈകാര്യം ചെയ്യുന്ന അവരുടെ ഒരു കാൽപ്പനികത നിറഞ്ഞ ഒരു കിതാബായിട്ട് മാത്രം മനസ്സിലാക്കണമെന്നും അതിൻ്റെ ഒരു ഹിസ്റ്റോറിസിറ്റിക്ക് അത്രത്തോളം അവലംബം വേണ്ട എന്നും ഉള്ള ഒരു നിഗമനം മുന്നിൽ വെക്കുന്ന ആളാണ്. എന്നാൽ ഇർഫാൻ ഹബീബിനെ പോലുള്ള ആധുനിക പണ്ഡിതന്മാർ ഈ ഒരു മന്നാൻ അഹമ്മദ് ആസിഫിൻ്റെ ഈ രചനയെ തന്നെ നിരൂപണം ചെയ്യുകയും അഹമ്മദ് ആസിഫ് പല നിഗമനങ്ങളും തെറ്റാണെന്ന് പറയുകയും ചെയ്യുന്ന ഈ അദ്ദേഹത്തിൻ്റെ റിവ്യൂ പോലും നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത് ചാച്ചിനാമ എന്ന് പറയുന്ന രചന അത് മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങി അവസാനം വരെയുള്ള കാലഘട്ടത്തെയും അവിടെയുള്ള കാലഘട്ടത്തിൻ്റെ ഒരു പ്രധാന ആധികാരികമായ കിതാബായി രചിക്കപ്പെടുമ്പോൾ ആ രചനയിൽ പലപ്പോഴും മുസ്ലിങ്ങളെ ഫനാറ്റിക്കായും ക്രൂരരായും ചിത്രീകരിക്കുന്ന ഒരു പരാമർശവും കൂടി നമുക്കതിൽ കാണാം. അതുകൊണ്ട് തന്നെയാണ് ചാച്ചിനാമയ്ക്കെതിരെയുള്ള ഇങ്ങനെയുള്ള വിമർശനങ്ങൾ പോലും എഴുതപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ ഏർലി മുസ്ലിം ഹിസ്റ്ററിയെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിലുള്ള രചനകളെയും അങ്ങനെ വിശ്വസിക്കുന്നത് അത് പ്രോബ്ലമാറ്റിക്കാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ, അതായത് അൽബറൂനി അടക്കമുള്ള ആൾക്കാർ ഗസ്നവി കാലഘട്ടത്തിലാണല്ലോ വരുന്നത്. അതിൻ്റെ ആ ഇൻവേഷൻ്റെ റീസൺസും കോൺസിക്വൻസും വിശദീകരിക്കുന്ന ഫിറോസ് സാലഹിയുടെയും ഫത്തിമ അമീർ ഷക്കരിയുടെയും ഒരു പേപ്പറാണ് റീസൺസ് ആൻഡ് കോൺസിക്വൻസ് ഓഫ് ഗസ്നവി ഇൻവേഷൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിൽ അവർ വിശദീകരിക്കുന്നുണ്ട് എന്താണ് ഈ പ്രധാനമായും ഇതിന് കാരണമായത്. ഇന്ത്യയിലേക്ക് ഗസ്നവികൾ സുബുക്തിന് ശേഷം മുഹമ്മദ് ഗസ്നവിയൊക്കെ പ്രധാനമായും ആകർഷിച്ചത് അമ്പലങ്ങളും അതിൻ്റെ കീഴിലുള്ള സമ്പത്തുകളുമാണ്. ഒരു മതകീയത എന്നതിനേക്കാളും അപ്പുറം ഒരു കൊള്ളയടിക്കൽ, മറ്റു ഭാഗത്തെ കീഴടക്കി അവരുടെ സമ്പത്ത് തങ്ങളുടെ ഡൈനാസ്റ്റിയിലേക്ക് ചേർത്ത് വെക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു കാരണമായിക്കൊണ്ട് തന്നെ ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മറ്റു പല ഡൈമെൻഷൻസുകളും നമുക്ക് കാണാം. ഇവരുടെ ഗസ്നവി ആർമി പൊതുവേ തുർക്കി കേന്ദ്രീകരിച്ച തുർക്കി, അഫ്ഗാനി, പേർഷ്യൻ ഭരണാധികാരികളോ ആർമികളോ ഒരു അത്രത്തോളം ക്രൂരമായ നിലപാടുകൾ സ്വീകരിക്കാറില്ല. അതായത് ജനങ്ങൾക്കെതിരെ അറ്റാക്കിന് നേരെ എതിര് വരുന്ന സൈന്യത്തോടാണ് ഇവർ പലപ്പോഴും ഏറ്റുമുട്ടാറ്. ജനതയ്ക്കെതിരെ ആ ഒരു നിലപാട് സ്വീകരിക്കാറില്ല. പക്ഷേ ഗസ്നവി ആർമിയുടെ നിലപാട് ഇവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾക്കെതിരെ ശക്തമായി ഉണ്ടാവുകയും അതുതന്നെ മുസ്ലിമിനെതിരെയും ഇസ്ലാമിനെതിരെയും വലിയ ഒരു തെറ്റിദ്ധാരണയ്ക്ക് കാരണമാവുകയും ചെയ്തു എന്ന് ഫിറോസ് സാലഹിയും ഫാത്തിമ അമീർ ഷക്കരിയും അത് നിരൂപണം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ വിവിധ തുർക്കി ഡൈനാസ്റ്റി ആർമികളുടെ സമീപനത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ടാണ് മഹ്മൂദ് ഗസ്നവിയുടെ സൈനിക പര്യടനം ഉണ്ടായതായി ഇവിടെ വിശദീകരിക്കുന്നത്. അതിന് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇവർ വിശദീകരിക്കുന്നത് ലോക്കൽ ഗവർണറുടെ അല്ലെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ഹിന്ദു ഭരണാധികാരികളുടെ അല്ലെങ്കിൽ ബുദ്ധ മതത്തോട് ചേർന്ന് നിന്ന ഭരണാധികാരികളുടെയും അവരുടെ സൈനികമായ ഒരു ദുർബലത ഇങ്ങനെയുള്ള മുസ്ലിം സൈനിക പര്യടനങ്ങൾക്ക് ആക്കം കൂട്ടിയതായും ഈ ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. അതിൻ്റെ കൂടെ തന്നെ ഗസ്നവികൾക്ക് ശേഷം ഗൗരി ഡൈനാസ്റ്റി ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നത് ആയിരങ്ങളിലും 1020, 1200 ആ ഒരു പശ്ചാത്തലത്തിലാണ്. അതായത് ഏർലി മുസ്ലിം ഡൈനാസ്റ്റിയുടെ കാലഘട്ടമാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഖുലഫാ റാഷിദീൻ, അമ്മവി, അബ്ബാസി, അതുപോലെ തന്നെ വിവിധ മുസ്ലിം ഡൈനാസ്റ്റികളെ പ്രത്യേകിച്ച് തുർക്കി കേന്ദ്രീകരിച്ച ആധുനിക തുർക്കി അല്ലെങ്കിൽ പഴയ സെൻട്രൽ ഏഷ്യൻ തുർക്കി ഭാഗത്തു നിന്നുള്ള സൈനിക ഡൈനാസ്റ്റികളുടെയും ചരിത്രമാണ് പ്രധാനമായും ഊന്നുന്നത്. അതിൽ ഏറ്റവും സുപ്രധാനമായ ഒരു സംഭവമാണ് മുഹമ്മദ് ഖൂരിയുടെ അറ്റാക്ക് ഉണ്ടാവുന്നത്. ഡേവിഡ് സി തോമസിൻ്റെ 2016 അദ്ദേഹം എഴുതിയ ഖൂരി സുൽത്താനത്തിനെ കുറിച്ചുള്ള രചനയിൽ അതിനെ പ്രധാനമായും അദ്ദേഹം വിശദീകരിച്ച് പറയുന്നുണ്ട്. ഈ ഖൂരി ക്യാമ്പയിനുകളുടെ സൈനിക പര്യടനങ്ങളെ അതൊരു മുസ്ലിം കോൺക്വസ്റ്റായി ഒരിക്കലും റെപ്രസെൻറ്റ് ചെയ്യാൻ പാടില്ല എന്നാണെന്ന് പറയുന്നത്. അതൊരിക്കലും ഇവിടെയുള്ള കൾച്ചർ, റിലീജിയസ്, പൊളിറ്റിക്കൽ ആശയത്തോട് ചേർന്ന് നിൽക്കുന്നതല്ല എന്നതും ഗസ്നവികളെ പോലെ തന്നെ ഒരു പ്രാഗ്മാറ്റിസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സൈനിക പര്യടനങ്ങളും ആയിക്കൊണ്ടാണെന്നും വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ അവരിവിടെ വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന പല അലകളെയും ചേർത്തുകൊണ്ടാണ് ഇവർ അറ്റാക്ക് ചെയ്തതെന്നും അദ്ദേഹം വിശദീകരിക്കുന്നത് കാണാം. ഡേവിഡ് സി തോമസ് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അജ്മീർ, ഡൽഹി, ഗോളിയോർ പോലുള്ള ഭാഗങ്ങളിൽ ലോക്കൽ
അധികാരികൾ, പ്രാദേശിക ഭരണാധികാരികൾ ഗൂരി സൽത്തനത്തിൻ്റെ പരമാധികാരത്തെ അംഗീകരിക്കുകയും അതുപോലെ തന്നെ അവർക്ക് കപ്പം കൊടുക്കുന്ന തരത്തിലേക്ക് ഇവർ മാറുകയും ചെയ്തതായി പറയുന്നുണ്ട്. അതായത് ഒരു തരത്തിലുള്ള സൈനിക പര്യടനം നടത്തുമ്പോൾ ഗൂരി സൽത്തനത്തിൻ്റെ വ്യാപനമാണ് ഉദ്ദേശിക്കുന്നത്. ഒരുപക്ഷെ അതിലൂടെ പലതരത്തിലുള്ള മുസ്ലിം മാനങ്ങളും വായിക്കാമെങ്കിൽ പോലും നേരത്തെ അദ്ദേഹം ആദ്യം തന്നെ പറഞ്ഞതുപോലെ ഒരു മുസ്ലിം കോങ്കസ്റ്റായി മനസ്സിലാക്കാൻ പാടുള്ളതല്ല. ഇതിനൊരു പ്രാഗ്മാറ്റിസ്റ്റായ ഒരു സൽത്തനത്തിൻ്റെ പ്രാഗ്മാറ്റിസ്റ്റായ സൈനിക നിലപാടായിക്കൊണ്ടാണ് ഇതിനെ മനസ്സിലാക്കേണ്ടതെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന വിവിധ ആൾക്കാരുമായിട്ടും അവരുമായിട്ടുള്ള ഇടപെടലുകൾ, കറസ്പോണ്ടൻസും എക്സ്ചേഞ്ചസും എല്ലാം ആ തരത്തിലുള്ളൊരു റിയലിസ്റ്റിക് പൊളിറ്റിക്സിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്നാണ് ഇദ്ദേഹം കൂടുതൽ വിശദീകരിക്കുന്നത്. ഇത് ഇത്രയും പറയുമ്പോൾ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഗൂരി ഡൈനാസ്റ്റി വരെ, അതിനുശേഷം നമുക്കറിയാം ഗൂരി ഡൈനാസ്റ്റി അതിൻ്റെ അവസാനത്ത് മുഹമ്മദ് ഗൂരിയാണ് കുത്തുബുദ്ദീൻ ഐബക്കിനെ ഡൽഹി കേന്ദ്രീകരിച്ചുകൊണ്ട് ഗവർണറായി നിയമിക്കുകയും ഗൂരി ഡൈനാസ്റ്റിയുടെ പതനത്തിന് ശേഷം വിവിധ ഡൈനാസ്റ്റികൾ ഡൽഹി കേന്ദ്രീകരിച്ചും ബംഗാൾ കേന്ദ്രീകരിച്ചുമെല്ലാം ഉണ്ടാവുകയും ചെയ്യുന്നതായും നമുക്കറിയാം. അതിനുശേഷം മറ്റൊരു മധ്യകാലഘട്ടത്തിലെ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ സൈനിക ചരിത്രമാണ് പിന്നീട് ഡൽഹി കേന്ദ്രീകരിച്ചും മുൾത്താൻ, ഡൽഹി, ബംഗാൾ കേന്ദ്രീകരിച്ചുമെല്ലാം കൂടെ ഗുജറാത്ത് ഭാഗത്ത് കേന്ദ്രീകരിച്ചുമെല്ലാം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഗൂരി കാലഘട്ടത്തിൻ്റെ ഈ ഒരു കാലഘട്ടം വരെയുള്ള സൈനിക പര്യടനങ്ങളും അതിലേക്ക് അവർ നയിച്ച കാരണങ്ങളും പ്രത്യേകം തന്നെ പഠിക്കുകയും അതുപോലെ തന്നെ എങ്ങനെയാണ് അവരിവിടെ എത്തുകയും അവരുടെ സൈനിക പര്യടനങ്ങൾക്ക് ഒരു മതവിദ്വേഷം എന്നതിനേക്കാളും അപ്പുറം ഒരു ഇസ്ലാം ഭരണകൂടം അത് സ്ഥാപിച്ചുകൊണ്ട് ശരീഅത്ത് സ്ഥാപനം ഉണ്ടാവുക എന്നൊക്കെ തരത്തിലുള്ള ആധുനിക ഇസ്ലാമോഫോബിക്കായ വിശദീകരണങ്ങൾക്കപ്പുറം ഈ ഗസ്നബികളും ഗൂരികളുമെല്ലാം അവരുടേതായ സൽത്തനത്തിൻ്റെ ഒരു റിയലിസ്റ്റിക് അനക്സേഷൻ എന്ന തരത്തിലുള്ള സൈനിക പര്യടനങ്ങൾ മാത്രമായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായും ഗസ്നവികളുടെ കൂടെ അൽബിറൂനി വന്നതുപോലെ ഗൂരികളുടെ കാലത്ത് മൊയ്നുദ്ദീൻ ചിശ്തിയുടെ സാന്നിധ്യം അജ്മീർ ഭാഗത്തുണ്ടായിരുന്നതുപോലെ വിവിധ ഇസ്ലാമിൻ്റെ തന്നെ വ്യാപനത്തിന് മുസ്ലിം സൈനിക ഭരണകൂടങ്ങളുടെ സാന്നിധ്യം ഒരു സഹായകമായി എന്നത് മറ്റൊരു ഡയമെൻഷൻ ആണെങ്കിൽ പോലും ഇവർ ഇസ്ലാമിൻ്റെ വക്താക്കൾ എന്ന തരത്തിലുള്ളൊരു വായന അപകടകരമാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇത്രയും അതിൻ്റെ കൂടെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമായ ഒരു നീക്കം ഉണ്ടാവുന്നത് നമ്മളുടെ ഈ സൈനിക പര്യടനങ്ങളെല്ലാം ഗൂരി ഡൈനാസ്റ്റിയുടെ കാലഘട്ടം വരെയാണ് ഞാൻ വിശദീകരിച്ചത്. അതിനുശേഷം മധ്യകാലഘട്ടത്തിലെ മുസ്ലിം ചരിത്രം എന്ന നിലയിലാണ് നമ്മൾ പൊതുവെ പഠിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ രചനകളെക്കുറിച്ച് ആ കാലഘട്ടത്തിൽ ഉണ്ടായ സൈനിക പര്യടനങ്ങളുടെ കാരണങ്ങളെയും അതിനെ അവരെ പ്രകോപിച്ച വിഷയങ്ങളെക്കുറിച്ചുമുള്ള വ്യക്തമായ ധാരണ നമുക്കുണ്ടാവണം. അതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട നിരവധി രചനകളും ആ ഒരു കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിൽ പ്രധാനമായത് മിൻഹാജ് സിറാജ് ജുസ്ജാനി എന്ന് വിളിക്കപ്പെടുന്ന തബക്കാത്തെ നാസിരി എന്ന് പറയുന്ന രചനയാണ്. ഈ ഒരു മധ്യകാലഘട്ടത്തിലെ ഇസ്ലാമിൻ്റെ ചരിത്രത്തെക്കുറിച്ച് വ്യക്തമായ ധാരണകളുള്ള മംലൂക്കി കാലഘട്ടം അതുപോലെ തന്നെ ഗൂരികളുടെയും മറ്റുള്ള സൈനിക സാന്നിധ്യത്തെക്കുറിച്ചുമൊക്കെയും ഈ മിൻഹാജു സിറാജ് ജുസ്ജാനി അദ്ദേഹത്തിൻ്റെ രചനയിൽ പരാമർശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ താരീഖ് യമീനി എന്ന് വിളിക്കപ്പെടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കിതാബാണ് ഉത്തുബിയുടെ, അതായത് അബൂ നസർ മുഹമ്മദ് ബിൻ മുഹമ്മദ് ജബ്ബാരുൽ ഉത്തുബി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ താരീഖുൽ യമനിയിലും ഗസ്നവി ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിലെ സൈനിക പര്യടനങ്ങളെ അദ്ദേഹം കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. ബലാദുരിയുടെ രചനകളെക്കുറിച്ച് നേരത്തെ നമ്മൾ പരാമർശിച്ചിരുന്നു. ഫുതുഹുൽ ബുൽദാൻ എന്ന് പറയുന്ന രചനയിൽ അത് സമർക്കന്ത് അടക്കമുള്ള സെൻട്രൽ ഏഷ്യൻ വിഭാഗങ്ങളിലെ സൈനിക പര്യടനങ്ങളെക്കുറിച്ചാണെങ്കിൽ പോലും മുഹമ്മദ് ബിൻ ഖാസിമിൻ്റെ സൈനിക പര്യടനത്തിനെ കുറിച്ച് ചില പേജുകൾ അദ്ദേഹം മാറ്റിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുഹമ്മദ് ഇർഫാൻ ഷായുടെ 2020 എഴുതിയ രചന ട്രേസ് ഓഫ് മുസ്ലിംസ് ഇൻ ഏർലി മിഡീവൽ കാശ്മീർ, എ ഹിസ്റ്ററി ഓഫ് സർവേ, ട്രേസസ് ഓഫ് മുസ്ലിംസ് ഇൻ ഏർലി മിഡീവൽ കാശ്മീർ, എ ഹിസ്റ്റോറിക്കൽ സർവേ. ഈ രചനയിൽ സാധാരണ നമ്മൾ നോർത്ത് ഇന്ത്യയെ കുറിച്ച് പറയുമ്പോൾ ആ ഭാഗത്തേക്ക് കടന്നു വരുന്നില്ല. എന്നാലും ഈ രചനയിൽ അദ്ദേഹം കാശ്മീർ ഭാഗത്തെ സൈനിക സാന്നിധ്യത്തെയും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം പോപ്പുലേഷൻ്റെ വളർച്ചയുമെല്ലാം
അദ്ദേഹം ഈ ഒരു പേപ്പറിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുപോലെ ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന പേരിൽ SSA റിസ്വിയുടെ ഒരു രചനയാണ് ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ. മുസ്ലിം ചരിത്രം, ഇന്ത്യയിലെ മുസ്ലിം ചരിത്രം, ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്ത്യയിലെ മുസ്ലിം ചരിത്രം എന്നൊക്കെ ഞാൻ പറയുമ്പോൾ നോർത്ത് ഇന്ത്യൻ വിഭാഗത്തിലെ മുസ്ലിം പണ്ഡിതന്മാർക്ക് അവർക്ക് ഇന്ത്യയിലെ മുസ്ലിം ചരിത്രം എന്ന് പറയുന്നത് അത് മുഹമ്മദ് ഖാസിമിനെയോ അല്ലെങ്കിൽ നേരത്തെ പരാമർശിച്ച ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിലെ സൈനിക പര്യടനങ്ങളുടെ ഒരു ചരിത്രമാണ്. എന്നാൽ പോലും ഈ ഒരു കാര്യങ്ങളൊക്കെ വിശദമായി പറയുന്നതാണ് SAA റിസ്വിയുടെ ദ വണ്ടർ ദാറ്റ് വാസ് ഇന്ത്യ എന്ന് പറയുന്ന രചന. അതുപോലെ തന്നെ ദ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് മുസ്ലിം ബംഗാൾ ആൻഡ് അൺഫിനിഷ്ഡ് ബാറ്റിൽ ഓഫ് ഫെയ്ത്ത് എന്ന പേരിൽ മഹ്മൂദുർ റഹ്മാൻ്റെ ഒരു രചനയുണ്ട്. 2019 അദ്ദേഹത്തിൻ്റെ ഒരു നല്ലൊരു വർക്കാണ്. ഈ വർക്കിലും ബംഗാൾ ഭാഗത്തെ, നമ്മൾ നോർത്ത് ഇന്ത്യ എന്ന് വിളിക്കപ്പെടുമ്പോഴും ബംഗാൾ ഏകദേശം സൗത്ത് ഇന്ത്യൻ ഭാഗത്തേക്ക് ചേർന്ന് കിടക്കുന്നതാണെങ്കിൽ പോലും അവരുടെ കൾച്ചറിലും പൊളിറ്റിക്സിലുമെല്ലാം സൗത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തോട് ചേർന്ന് കിടക്കുന്നതാണെങ്കിൽ പോലും ആദ്യകാല ഇസ്ലാമിക സൈനിക പര്യടനങ്ങൾക്ക് പ്രത്യേകം തന്നെ കാരണം അവിടെ പ്രത്യേകം തന്നെ കാരണം ഉണ്ടായ ഒരു പ്രദേശമാണ് ബംഗാൾ. അതുകൊണ്ട് തന്നെ ബംഗാളിലെ ഇസ്ലാമിൻ്റെ ചരിത്രത്തെക്കുറിച്ചും വ്യക്തമായ ഒരു ധാരണ നമുക്കുണ്ടാവണം. എന്നെ ബലൂച്ചിൻ്റെ ദ ഗസ്നവീസ് ഡൊമിനിയൻസ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ കിങ്ഡം ഓഫ് ലാഹോർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മുസ്ലിം ഭരണകർത്താക്കളുടെ ചരിത്രം, അതിൽ ഗസ്നവികളുടെ കോൺട്രിബ്യൂഷൻ വിശദീകരിക്കുന്ന ഒരു പേപ്പറാണ്. അതും വളരെ നിർണായകമായ വിവരങ്ങൾ നമുക്ക് നൽകുന്ന ഒരു രചനയാണ്. അതുപോലെ തന്നെ ഡെറിൽ എൽ മെക്കലാൻ എന്ന ഒരു പണ്ഡിതൻ്റെ 1884 അദ്ദേഹത്തിൻ്റെ റിലീജിയൻ ആൻഡ് സൊസൈറ്റി ഇൻ അറബ് സിന്ധിലെ അറബ് കാലഘട്ടത്തിലെ അവിടുത്തെ മതവിഭാഗങ്ങളെക്കുറിച്ചും അവിടുത്തെ ജനസമൂഹങ്ങളെക്കുറിച്ചുമുള്ള ഒരുപാട് വിശദീകരണങ്ങൾ അദ്ദേഹത്തിൻ്റെ റിലീജിയൻ ആൻഡ് സൊസൈറ്റി ഇൻ അറബ് സിന്ധ് എന്ന പേരുന്ന രചനയിലുമുണ്ട്. അപ്പോൾ അതിലും നമുക്ക് വ്യക്തമായ ധാരാളം ചരിത്രരേഖകളും ഡോക്യുമെൻറ്റ്സുകളും കാണുവാൻ കഴിയും. ഇങ്ങനെ ആദ്യകാല ഇസ്ലാമിക ചരിത്രം അല്ലെങ്കിൽ അവിടുത്തെ മിലിറ്ററി എക്സ്പെഡിഷനെക്കുറിച്ച് ഇതെല്ലാം തന്നെ ധാരാളം രചനകളും നമുക്ക് ഈ രചനകളുടെ റെഫറൻസുകളിൽ കാണുവാൻ കഴിയും. അത് കൂടുതൽ വായിക്കുകയും പഠിക്കുകയും ആദ്യകാല ഇസ്ലാമിക മുസ്ലിം സൈനിക നീക്കങ്ങളുടെ കാരണങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.